സുന്നി വിഭാഗം പണ്ഡിതന്മാരാണ് ആദ്യമായി വിഷയം അവതരിപ്പിക്കേണ്ടത്. ഇനി ഈ ഇവിടെ എഴുതിയ ബൈലോ ഒന്ന് വായിക്കാം. മണലടിയിലെ ISM പ്രവർത്തകരും SSF പ്രവർത്തകരും തമ്മിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ തയ്യാറാക്കാൻ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. മുജാഹിദ് വിഭാഗം: 1 P. അംസ മൗലവി, 2 അനീഫ് കായക്കൊടി, 3 P. മുഹമ്മദ് സാഫി സലായി. സുന്നി വിഭാഗം: TK യൂസുഫ് ഫൈസി, 2 KA റഷീദ് സഖാഫി, 3 ജാഫർ കൈപ്പമംഗലം. തീരുമാനങ്ങൾ. വിഷയം തൗഹീദ്. സുന്നി വിഭാഗം: അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത്, കറാമത്ത് തുടങ്ങിയ കഴിവുകൾ കൊണ്ട് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേടൽ നടത്തുന്നത് ശിർക്കല്ല. മുജാഹിദ് വാദം: അള്ളാഹു അല്ലാത്ത മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ഏത് മഹാന്മാരോടും നടത്തുന്ന പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേടൽ ശിർക്കാണ്. അനീഫ് കായക്കൊടി, KA റഷീദ് സഖാഫി ഒപ്പിട്ടത്. തെളിവുകൾ: ഖുർആൻ, സഹിയായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാഹ്, വ്യക്തമായ ഖിയാസ് എന്നിവയായിരിക്കും തെളിവുകൾ. ഓരോരുത്തരും ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുപക്ഷം ആവശ്യപ്പെടുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടതാണ്. സംവാദ രൂപം: ഇരു വിഭാഗത്തിൽ നിന്നും 50 എന്ന് എഴുതുന്നത് 25 വീതം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഹാളിൻ്റെ ഇരു ഭാഗത്തുമായി പണ്ഡിതന്മാർ മുൻഭാഗത്തും അവർക്ക് പിന്നിൽ 50 പേരും ഇരിക്കുന്ന രൂപത്തിൽ ഇരിപ്പിടം തയ്യാറാക്കേണ്ടതാണ്. ഇരു വിഭാഗത്തിൽ നിന്നും 5 വീതം പണ്ഡിതന്മാർക്ക് പങ്കെടുക്കാവുന്നതും 3 ആളുകൾക്ക് സംസാരിക്കാവുന്നതുമാണ്. 4 ഇരു വിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച് ഓരോ മധ്യസ്ഥന്മാരെ നിശ്ചയിക്കേണ്ടതാണ്. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്താവുന്നതും അതിൻ്റെ ചെലവ് ഇരു വിഭാഗവും വഹിക്കേണ്ടതുമാണ്. 6 നെല്ലിപ്പുഴ ദർസ് ഫിർദൗസ് ഓഡിറ്റോറിയത്തിലായിരിക്കും പരിപാടി നടക്കുക. അല്ല, അത് അന്നത്തേത് വായിച്ചതിലിപ്പോൾ മാറ്റാൻ പറ്റില്ല. അല്ലത് ഇതാ 1 വിഷയാവതരണത്തിന് മുമ്പായി മധ്യസ്ഥന്മാരിൽ ഒരാൾ 10 മിനിറ്റിൽ കവിയാത്ത സമയത്ത് നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. അതിനുശേഷം ഇരു വിഭാഗവും 30 മിനിറ്റ് വീതം വിഷയങ്ങൾ അവതരിപ്പിക്കുക. ആദ്യം ആര് വിഷയം അവതരിപ്പിക്കണം എന്നത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ്. 3 തുടർന്ന് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് ചോദ്യം ചോദിക്കുകയും അവർ മറുപടി നൽകുകയും ചെയ്യുക. ആദ്യത്തെ 1 മണിക്കൂർ അവർക്കുള്ള അവസരമായിരിക്കും. തുടർന്ന് മറുഭാഗത്തിന് 1 മണിക്കൂർ അവസരം ലഭിക്കുന്നതുമാണ്. ഇതിനുശേഷം 2:30 വരെ നമസ്കാരത്തിനും ഭക്ഷണത്തിനും വേണ്ടി പിരിയുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ഇരു വിഭാഗത്തിനും ഓരോ മണിക്കൂറും തുടർന്നും 20 മിനിറ്റ് വീതവും ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചോദ്യോത്തരത്തിനും അവലോകനത്തിനുമായി അനുവദിക്കുന്ന സമയം 5 മിനിറ്റായിരിക്കും. 4 അവസാനമായി ഇരു വിഭാഗത്തിനും അവലോകനത്തിനായി 10 മിനിറ്റ് വീതം ലഭിക്കുന്നതാണ്. ഇത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ്. 5 സെപ്റ്റംബർ 5 ഞായറാഴ്ചയായിരിക്കും ഈ പരിപാടി നടക്കുന്നത്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ മണലടിയിലെ SSF പ്രവർത്തകനായ സലാഹുദ്ദീനെയും ISM പ്രവർത്തകനായ ഷൗക്കത്തിനെയും ചുമതലപ്പെടുത്തി. 6 സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇരു വിഭാഗത്തിൻ്റെയും വാദങ്ങൾ രേഖപ്പെടുത്താൻ സെപ്റ്റംബർ 5 ഞായറാഴ്ച മഗ്‌രിബിന് ശേഷം ചേരുന്നതാണ്. P. അംസ മൗലവി ചെങ്ങലേരി, അനീഫ് കായക്കൊടി, KA റഷീദ് സഖാഫി, ജാഫർ കൈപ്പമംഗലം. ഇത്രേ ഉള്ളൂ. എന്താ വിഷയം? ഹലോ, ഈ 20 മിനിറ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ പറഞ്ഞിട്ടില്ലല്ലോ. 5 മിനിറ്റ് തന്നെ. അല്ല, 20 മിനിറ്റ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് 10 മിനിറ്റാണ് നിർദ്ദേശങ്ങളുള്ളത്. അത് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതിൽ അധികം ആളുകളും എനിക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. ഈ ഭാഗത്തുള്ളവരും പരിചയമുള്ള പ്രത്യേക നിർദ്ദേശങ്ങളല്ല. എല്ലാവരും ക്ഷമയോട് കൂടി ഇത് കേൾക്കുക. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷം തീർക്കാനോ ഉള്ളതല്ല.
എല്ലാവരും ഒരുങ്ങി പുറപ്പെട്ടത്, പല സ്ഥലത്തുനിന്നും വന്നത്, ഇത് ഇത്രയും വിഷമം സഹിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള ആരാധനാപരമായ ഒരു ഏതെങ്കിലും നിലക്ക് അംഗീകരിക്കുന്ന രണ്ട് വിഭാഗവും അംഗീകരിക്കുന്ന രൂപത്തിലായാൽ എന്നുള്ള നിലക്കാണ്. അല്ലാതെ പരാജയപ്പെടുത്തി ആർക്കും ഒന്നും ഈ ഭൂമുഖത്ത് നേടാനില്ല. എല്ലാവരും എന്നത് പരലോകത്തിൻ്റെ മോശത്തിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. എല്ലാവരും രണ്ട് വിഭാഗവും പണ്ഡിതന്മാരോടല്ല പറയുന്നത്, അത് കേൾക്കുന്നവർ പ്രത്യേകിച്ചും പണ്ഡിതന്മാർക്ക് ഏറെക്കുറെ പരിചയമുള്ളവരാണ്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ എല്ലാവരും രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും യാതൊരു നിലക്കുള്ള പ്രകോപനമോ പ്രയാസമോ അല്ലെങ്കിൽ മറ്റ് നിലക്കുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ എല്ലാ നിലക്കും സഹകരിച്ചുകൊണ്ട് ഇരു വിഭാഗത്തിനും ഇത് ഒരു സാരിയായ അമലായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ബഹുമാനികളെ, സുദീർഘമായി ഒന്നും പറയേണ്ടതില്ല. നേരത്തെ എൻ്റെ മധ്യസ്ഥൻ പറഞ്ഞ പോലെ ഇത് ഒരു കിടമത്സരത്തിൻ്റെ വീറിൻ്റെയും വാശിയുടെയും സാഹചര്യമല്ല, മറിച്ച് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു ശ്രദ്ധേയമായ സംരംഭമാണ്. ഇരു വിഭാഗത്തും നല്ല ആത്മസംയമനം, അതോടൊപ്പം ഒരു വാദത്തിന് വേണ്ടി വാദം എന്നതിന് പകരം നമ്മുടെ മുന്നിലുള്ള ഈ വ്യവസ്ഥയും അതേപോലെ ഇവിടെ നടക്കുന്ന വിഷയാവതരണങ്ങളും അത് വെച്ചുകൊണ്ടുള്ള ചോദ്യവും അനുസൃതമായ മറുപടിയും നിശ്ചയിക്കപ്പെട്ട സമയത്തിലൊതുങ്ങി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിശ്ചയിച്ച സമയം തീർന്നു അല്പം വൈകിയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാതെ മധ്യസ്ഥന്മാരായ ഞങ്ങൾക്ക് കാര്യമായ ഒരു റോള് നൽകാതെ തന്നെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. സുന്നി വിഭാഗം പണ്ഡിതനായ സുലൈമാൻ സഖാഫി വിഷയം അവതരിപ്പിക്കുന്നതാണ്. الحمد لله رب العالمين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ 80 കൊല്ലക്കാലമായി ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും കാഫിറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് രണ്ട് വിഭാഗത്തിൻ്റെയും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും നേരിട്ട് മുഖാമുഖം സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു വേദിയാണിത്. വാദപ്രതിവാദത്തിന് വേണ്ടി തയ്യാറാക്കിയ കരാർ പ്രകാരം തൗഹീദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കേണ്ടത്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായ ഇസ്തിഗാഥ
മരണപ്പെട്ടവരോ അല്ലാത്തവരോ ആയ മഹാത്മാക്കൾ അവരുടെ മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, ശിർക്കാണ് എന്നീ രണ്ട് വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഈ വിഷയകമായി ഏറ്റവും മുഖ്യമായ ചില സാങ്കേതിക പദങ്ങളുണ്ട്. തൗഹീദ്, ശിർക്ക്, ഇബാദത്ത്, ഇസ്തിഗാസ, ദുആ എന്നിങ്ങനെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും വിശദീകരിക്കപ്പെടുന്നതുമായ സാങ്കേതികമായ ചില പ്രയോഗങ്ങൾ. ഈ പ്രയോഗങ്ങളുടെ തനതായ അർത്ഥത്തിൻ്റെ വിശദീകരണത്തിലും കണ്ടെത്തലുകളിലും സംഭവിച്ച അഭിപ്രായ വ്യത്യാസങ്ങളാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായി ഈ തർക്കത്തിലുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനമായി ഇസ്ലാമിൻ്റെ തൗഹീദ് അതെന്താണെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ തൗഹീദിൽ തന്നെ അകപ്പെട്ട ചില വിഷയങ്ങളെ തൗഹീദിൽ നിന്ന് പുറന്തള്ളുകയും ഇസ്ലാമിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിർക്ക് അത് താത്വികമായി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ശിർക്കല്ലാത്ത പലതും ശിർക്കിൻ്റെ വരുതിയിലേക്ക് കെട്ടിക്കൂട്ടി എടുക്കുകയും ചെയ്യുന്ന വളരെ അപകടകരവും അതേസമയം നിരാശാജനകവുമായ ഒരു പ്രവർത്തന ശൈലി ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് തൗഹീദെന്നും എന്താണ് ശിർക്കെന്നും അതുമായി ബന്ധപ്പെട്ട ഇസ്തിഗാസയും ദുആവും തുടങ്ങിയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് ഇസ്ലാം എന്താണ് അർത്ഥമാക്കുന്നതെന്നും വ്യക്തമായി വിവരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും വേണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇസ്ലാമിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എല്ലാവരും നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ആ നിർവചനങ്ങളൊക്കെ അക്ഷരങ്ങളിലും പദങ്ങളിലും വേറിട്ട് നിൽക്കുന്നത് കാണാമെങ്കിലും താത്വികമായ അർത്ഥത്തിൽ അവയൊക്കെ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായി തൗഹീദിന് പറഞ്ഞു വരുന്ന പ്രചാരത്തിലുള്ള ഒരു നിർവചനം ഇഅ്തിഖാദു അദമി ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹ. അള്ളാഹുവിൻ്റെ തൗഹീദ്, അവൻ്റെ ഏകത്വം എന്നതുകൊണ്ട് സാങ്കേതികമായി ഇസ്ലാമികമായി വിവക്ഷിക്കപ്പെടുന്നത് ഇഅ്തിഖാദു അദമി ശരീക്കിലില്ല, അള്ളാഹുവിന് ഒരു പങ്കാളി ഇല്ല എന്ന് വിശ്വസിക്കുക. ഏത് വിഷയത്തിലാണ് പങ്കാളിയെ നിഷേധിക്കേണ്ടത്? ഫിൽ ഉലൂഹിയ്യത്തി, അവൻ്റെ ആരാധ്യതയിൽ. അള്ളാഹു ആരാധ്യനാണ്. ഈ കാര്യത്തിൽ അള്ളാഹുവിന് പങ്കാളികളായി മറ്റൊരു ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. മാത്രമല്ല വ ഖവാസിഹ, ആരാധ്യനാകുമ്പോൾ അവൻ ചില പ്രത്യേകതകൾ, ചില സവിശേഷതകൾ സ്വയത്തമാക്കേണ്ടതുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ സ്വയത്തമാക്കിയ ശക്തിയാണ് വാസ്തവത്തിൽ ആരാധ്യൻ. ആ പ്രത്യേകതകളിലും അള്ളാഹുവിന് മറ്റൊരു പങ്കാളിയില്ല എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇഅ്തിഖാദു അദമി ശരീക ലില്ലാഹി ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹ, ആരാധ്യതയിലും ആരാധ്യതയുടെ പ്രത്യേകതകളിലും അള്ളാഹുവിന് ഒരു പങ്കാളിയില്ല എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ ശിർക്ക് എന്ന സാങ്കേതിക പദം കൊണ്ട് വിശുദ്ധ ഇസ്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ അവതരണത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇസ്ബാത്തു ശരീക്ക് ഫിൽ ഉലൂഹിയ്യത്തി ബിമാന വുജൂദുൽ വുജൂദി ഔ ബിമാന ഇസ്തിഹ്ഖാഖിൽ ഇബാദ. അള്ളാഹുവിന് ഒരു ശരീക്കിനെ വെക്കുക, ഒരു ശരീക്കിനെ സ്ഥാപിക്കുക, ഫിൽ ഉലൂഹിയ്യത്തി, ആരാധ്യതയിലും ഉണ്ടാകൽ അനിവാര്യമായ ഒരു ശക്തി, അവൻ ആരാധ്യനാണ്. ആ ആരാധ്യതയിൽ മറ്റൊരു ശരീക്കിനെ, മറ്റൊരു കൂട്ടാളിയെ അവൻ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് സാങ്കേതികമായി ശിർക്ക് എന്ന് പറയുന്നു. ഔ ബിമാന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അല്ലെങ്കിൽ ആരാധനക്ക് അർഹനാണ് എന്ന വിശ്വാസത്തോടെ, വാജിബുൽ വുജൂദ് എന്ന വിശ്വാസത്തോടെ, ഉണ്ടാകൽ അനിവാര്യമായവനാണ് എന്ന വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആരാധനക്ക് അർഹനാണ് എന്ന വിശ്വാസത്തോടെ മറ്റൊരു ശക്തിയെ അള്ളാഹുമായി കൂട്ടി വിശ്വസിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും വാദിക്കുന്നതിനുമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇവിടെ സ്വാഭാവികമായും ചില ചർച്ചകൾ നമുക്ക് നടത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞിട്ടുള്ള തൗഹീദിന്റെ നിർവചനം തന്നെ നോക്കുക. അള്ളാഹുവിന് പങ്കാളിയില്ല എന്ന വിശ്വാസം. ആ വിശ്വാസം ഏതൊക്കെ വിഷയങ്ങളിലാണ് പങ്കാളിയെ നിഷേധിക്കേണ്ടത്? ആരാധ്യതയിൽ അള്ളാഹുവിന് പങ്കാളിയില്ലെന്ന് വിശ്വസിക്കണം. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രത്യേകതകളെ സ്വയത്തമാക്കുന്ന, അവന്റെ പ്രത്യേകതകൾ ഉള്ള മറ്റൊരു ശക്തിയോ വ്യക്തിയോ ഇല്ല എന്ന് വിശ്വസിക്കണം. അങ്ങനെയാണ് നിർവചനമെങ്കിൽ
ഇവിടെ ചില സംശയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹുവിൻ്റെതായി പറയപ്പെടുന്ന ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെതായി പറയപ്പെടുന്ന പ്രത്യേകതകൾ, അത് സൃഷ്ടികളിലേക്ക് വെച്ചു കൊടുത്തതും അവർക്ക് വേണ്ടി അവരെ വിശേഷിപ്പിച്ചതും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണങ്ങൾ ധാരാളമാണ്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ അത് സൃഷ്ടികൾക്ക് കൂടി വെച്ചു കൊടുക്കുന്നതും പ്രയോഗിക്കുന്നതും അള്ളാഹുവിൻ്റെ ഖുർആനിൽ പല സ്ഥലത്ത് കാണാൻ പറ്റും. അതുപോലെ വിശുദ്ധ ഹദീസുകളിലും അതിന് ഉദാഹരണങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയുടെ 143-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റഊഫാണ്, കൃപ ചെയ്യുന്നവനാണ്, റഹീമുൻ അനുഗ്രഹം ചെയ്യുന്നവനാണ്. രണ്ടും അള്ളാഹുവിൻ്റെ ഗുണമായി, അള്ളാഹുവിൻ്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ റഊഫാണ്, കൃപ ചെയ്യുന്നവനാണ്, റഹീമാണ്, അനുഗ്രഹം ചെയ്യുന്ന വ്യക്തിയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഏതൊരു വിശേഷണമാണോ പറഞ്ഞിട്ടുള്ളത് അതേ വീക്ഷണം അക്ഷരത്തിലും അതുപോലെ ബാഹ്യമായും പ്രത്യക്ഷമായും അള്ളാഹുവിന്റെ ഖുർആൻ സൃഷ്ടികൾക്ക് വേണ്ടി വിശേഷിപ്പിക്കുന്നു. ഇത് ശിർക്കാകും, തൗഹീദിന് വിരുദ്ധമാകുമെന്ന് എന്റെ മുമ്പിലിരിക്കുന്ന മറുപക്ഷത്തുള്ള പണ്ഡിതന്മാർ പറയും എന്ന് എനിക്ക് വിശ്വാസമില്ല. അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണും, മയ്യുഹ്യിൽ ഇളാമ വഹിയ റമീം. ആരാണ് ജീവ് കൊടുക്കുന്നവൻ? ജഡവസ്തുക്കൾക്ക് ജഡപരമായ സ്വഭാവമുള്ള വസ്തുക്കൾക്ക് ജീവ് കൊടുക്കുന്നവൻ ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ട് ആ വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറയുന്നു, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. അപ്പോൾ ജീവ് കൊടുക്കുന്നവൻ, ഹയാത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീൻ 79-ാമത്തെ വാക്യത്തിൽ അല്ലാഹു തആല പറയുന്നു. അതുപോലെ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. രോഗം വന്നാൽ ശിഫയാക്കുന്ന ഷാഫി ആരാണ്? അല്ലാഹുവാണെന്ന് ഖുർആൻ പറയുന്നു. ആലിമുൽ ഗൈബി വശഹാദത്തുൽ കബീറുൽ മുതആൽ. അദൃശ്യമറിയുന്നവനാരാണ്? അദൃശ്യം മാത്രമല്ല, ദൃശ്യമറിയുന്നവനാരാണ്? അല്ലാഹുവാണ് എന്ന് ഖുർആൻ പറയുന്നു. അദൃശ്യമാവട്ടെ ദൃശ്യമാവട്ടെ എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ചുരുക്കത്തിൽ റഊഫ്, റഹീം, ഷാഫി, അതുപോലെ മുഹ്യി തുടങ്ങി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതായി പറഞ്ഞിട്ടുള്ള ഗുണങ്ങൾ അത് മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പറഞ്ഞതായി നാം കാണുന്നുണ്ട്. അതേസമയം തൗഹീദിന്റെ നിർവചനത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകതകൾ സൃഷ്ടികളിൽ ആരോപിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിന്റെ പ്രത്യേകതകൾ സൃഷ്ടികളിൽ ആരോപിക്കാൻ പാടില്ല എന്നാണ്. എങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, ഉലൂഹിയ്യത്തിന്റെ പ്രത്യേകതകൾ സൃഷ്ടികളിൽ ആരോപിക്കാൻ പാടില്ലെന്നും അങ്ങനെ ആരോപിക്കാതിരിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നതെന്നും നാം പറയുമ്പോൾ അല്ലാഹു തആല തന്നെ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ തന്നെ മറിച്ചുള്ള പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും വകതിരിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ് നാം പ്രകടിപ്പിക്കണം. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ റഊഫ്, റഹീം തുടങ്ങിയുള്ള പ്രത്യേകതകൾ എന്റേതാണെന്ന് അവകാശപ്പെടുന്ന, അള്ളാഹുവിൻ്റെതാണെന്ന് അവകാശപ്പെടുന്ന വിശുദ്ധ ഖുർആൻ അത് പിന്നെ സൃഷ്ടികൾക്ക് ചാർത്തി കൊടുക്കാൻ കാരണം എന്ത്? തൗഹീദ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ തൗഹീദ് എന്താണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വളരെ ചുരുക്കത്തിൽ അതേസമയം വളരെ പ്രസക്തമായ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടിയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ഖുൽ, നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക, ഹുവ വസ്തുത അല്ലാഹു ആകുന്നത് അഹദുൻ, ഏകനാണ്. ഏകൻ എന്ന അള്ളാഹുവിന്റെ ഒരു ഗുണം മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ അള്ളാഹുവിന് നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ സിഫത്തുകളും ഈ അഹദുൻ എന്നതിന്റെ സ്ഥാനത്ത് വെച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു അഹദുൻ, അല്ലാഹു ഏകനാണ്. അല്ലാഹു സമീഉൻ, അല്ലാഹു കേൾവിയുള്ളവനാണ്. അല്ലാഹു ബസീറുൻ, അല്ലാഹു കാഴ്ചയുള്ളവനാണ്. അല്ലാഹു ഖാദിറുൻ, അല്ലാഹു കഴിവുള്ളവനാണ്. ഇങ്ങനെ തുടങ്ങിയ അല്ലാഹുവിന് പറയപ്പെടുന്നതും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതുമായ എല്ലാ ഗുണങ്ങളും ഈ അഹദുൻ എന്നതിന്റെ സ്ഥാനത്ത് നമുക്ക് വെച്ച് പരിശോധിച്ച് നോക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് ചോദ്യം? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവകാശപ്പെടുന്നത്, ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഹുവ വസ്തുത അല്ലാഹു ആകുന്നത് അഹദുൻ, ഏകനാണ്.
എന്ന് പടച്ച റബ്ബ് പറയുമ്പോ സ്വാഭാവികമായും ചോദ്യമുണ്ടാകും, നീ ഏകത്വം എന്നത് എന്റെ കുത്തകയാണെന്നും അല്ലെങ്കിൽ എന്റേത് മാത്രമാണെന്നും നീ എങ്ങനെ പറയും? ഇവിടെ സ്വാഭാവികമായും സംശയമുണ്ടല്ലോ. ഞാൻ ഏകനാണല്ലോ, എന്നെ സംബന്ധിച്ച് മാത്രം പറയുമ്പോൾ ഞാൻ ഏകനാണല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഏകനാണ്. എനിക്കും വേണമെങ്കിൽ ബാഹ്യമായിട്ടാണെങ്കിലും അങ്ങനെ അവകാശപ്പെട്ടുകൂടെ? ഞാൻ കേൾക്കുന്നവനാണല്ലോ. അള്ളാഹു പറയുന്നു അള്ളാഹു സമീഉൻ, അള്ളാഹു കേൾവിയുള്ളവനാണ്. അങ്ങനെ നാം വിശ്വസിക്കുന്നു, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹു കേൾവിയുള്ളവനാണ്, എനിക്കും കേൾവിയുണ്ടല്ലോ. അള്ളാഹു കാഴ്ചയുള്ളവനാണ്, ഇദ്ദേഹത്തിനും കാഴ്ചയുണ്ടല്ലോ. അള്ളാഹു കാണുന്നവനാണ്, ഇദ്ദേഹം കാണുന്നുണ്ടല്ലോ. അള്ളാഹു കഴിവുള്ളവനാണ്, ഇദ്ദേഹവും കഴിവുണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹുവിൻ്റെതായി വിശ്വസിക്കപ്പെടുകയും അള്ളാഹുവിൻ്റെതായി തർക്കമില്ലാതെ, രണ്ടു പക്ഷവും തർക്കമില്ലാതെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഗുണങ്ങൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പറയുന്നതായി കാണുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദ് ഏകനാണ് എന്ന് പറയുമ്പോ ചോദ്യമായിരുന്നു, പടച്ചവനെ നീ എങ്ങനെയാണ് ഏകനാവുന്നത്? ഞാനും ഏകനാണല്ലോ. നീ എങ്ങനെയാണ് കേൾവിയുള്ളവനാകുന്നത്? ഞാനും കേൾവിയുള്ളവനാണല്ലോ. നീ എങ്ങനെയാണ് കാഴ്ചയുള്ളവൻ നീ മാത്രമാകുന്നത്? ഞാനും കാഴ്ചയുള്ളവനാണല്ലോ. നീ മാത്രം എങ്ങനെയാണ് കഴിവുള്ളവനാകുന്നത്? ഞാനും കഴിവുള്ളവനാണല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യത്തിന്റെ ഏറ്റവും പ്രകടമായ ഉത്തരം നേരത്തെ പലപ്പോഴും പറയപ്പെടുന്നതും വിശദീകരിക്കപ്പെടാറുള്ളത് പോലെ ഏറ്റവും വ്യക്തമായ ഉത്തരം ആ ചോദ്യം ഉയരുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയും ശൈലിയും അറബി ഭാഷയുടെ ശൈലിയും സൗന്ദര്യവും അറിയുന്ന നമുക്കറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ട് ഒരു ആത്തുഫിന്റെ വാവ് പോലും പ്രയോഗിക്കാതെ അല്ലാഹു സമദ്. ഇനി അങ്ങനെ ഒരു സംശയം വരാൻ പാടില്ല. എന്റെ അഹദിയത്ത്, എന്റെ ഏകത്വം, എന്റെ കേൾവി, എന്റെ കാഴ്ച, എന്റെ കഴിവ്, എന്റെ അറിവ്, എന്റേതെല്ലാം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ലാഹു സമദ്, അല്ലാഹു സ്വയം പര്യാപ്തതയുള്ളവനാണ്. അല്ലാഹു ഏകനാണെങ്കിൽ ആ ഏകത്വത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു കഴിവുള്ളവനാണെങ്കിൽ ആ കഴിവിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു അറിവുള്ളവനാണെങ്കിൽ ആ അറിവിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു സഹായിക്കുന്നവനാണെങ്കിൽ ആ സഹായത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു മുഗീസാണെങ്കിൽ ആ ഇഗാസത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അള്ളാഹു നാസിറാണെങ്കിൽ ആ സഹായത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. സ്വയം പര്യാപ്തമായ ഏതെങ്കിലും ഒരു ഗുണം അള്ളാഹുവിനല്ലാതെ മറ്റൊരു സൃഷ്ടിക്കും വെച്ചു കൊടുക്കാൻ പാടില്ല. സ്വയം പര്യാപ്തമായ ഗുണം, അത് കേൾവിയാവട്ടെ, കാഴ്ചയാവട്ടെ, അറിവാവട്ടെ, സഹായമാവട്ടെ, മറ്റെന്തുമാവട്ടെ, സ്വയം പര്യാപ്തമാണോ അത് അള്ളാഹുവിന് മാത്രമേ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് അള്ളാഹുവിന്റെ മാത്രം ഗുണമാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഏതൊരു വിശേഷണവും അള്ളാഹുവിൻ്റെതാകണമെങ്കിൽ ആ വിശേഷണത്തിന് സ്വയം പര്യാപ്തത എന്ന ഗുണം ചേർത്തി കൊടുക്കണം. അല്ലെങ്കിൽ കേൾവി ആടിനുണ്ടാകാം, കോഴിക്കുണ്ടാകാം, മറ്റു പക്ഷികൾക്കുണ്ടാകാം, മനുഷ്യനുണ്ടാകാം. അള്ളാഹുവിന്റെ ഈ കേൾവി എന്ന് പറയുന്ന ഗുണം അള്ളാഹുവിന്റെ ഗുണം എന്നല്ല, കേൾവി എന്ന ഗുണം അതെല്ലാവർക്കും ഉണ്ടാകാം, അത് അള്ളാഹുവിനുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വേർതിരിക്കുന്നത് സ്വാഭാവികമായും ഈ സ്വമതീയത്ത് അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്ന വിശേഷണമാണ്. അങ്ങനെയാകുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ സഹായാർത്ഥന, നമ്മുടെ തർക്കത്തിലിരിക്കുന്ന സഹായാർത്ഥന, ഈ സഹായാർത്ഥനയും പ്രാർത്ഥനയും അത് പര്യായമാവട്ടെ പര്യായമാകാതിരിക്കട്ടെ ചർച്ചയിൽ വരേണ്ടതാണ്. എന്തായിരുന്നാലും സഹായാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥനയും സഹായാർത്ഥനയും ഞങ്ങൾ വാദിക്കുന്നതും ഞങ്ങൾ പറയുന്നതും സഹായാർത്ഥന എന്ന് പേരിട്ടാലും പ്രാർത്ഥന എന്ന് പേരിട്ടാലും അത് ശിർക്കാകുന്നതും അല്ലാത്തതുമുണ്ട്. പേരിൽ ഈ വിഷയകമായി എന്തെങ്കിലും ഇരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പ്രാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ആരാധനയാവുകയില്ല. സഹായാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ആരാധന ആകാതിരിക്കുന്നതുമല്ല. പ്രാർത്ഥന ആകുന്നതിന്റെ അല്ലെങ്കിൽ ഇബാദത്താകുന്നതിന്റെ മാനദണ്ഡം സ്വാഭാവികമായും അർത്ഥിക്കുന്ന വ്യക്തി അർത്ഥിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ തൗഹീദും ശിർക്കും വേർതിരിയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചർച്ചയിൽ കൂടുതൽ വിവരിച്ച് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊരു പ്രാർത്ഥനയും ആരാധനയാകണമെങ്കിൽ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരണം. ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ അങ്ങേയറ്റത്തെ വണക്കമായിരിക്കണം. അങ്ങേയറ്റത്തെ വണക്കമായിരിക്കണമെങ്കിൽ വണങ്ങുന്ന വ്യക്തി വണങ്ങപ്പെടുന്ന ശക്തിയെക്കുറിച്ച് സ്വയം പര്യാപ്തതയും ഉലൂഹിയത്തും ആരാധ്യതയും വിശ്വസിച്ചിരിക്കണം. ഇതാണ് പ്രമാണങ്ങൾ പറയുന്നത്, ഇതാണ് തെളിവുകൾ പറയുന്നത്. ഇനി തർക്കത്തിലിരിക്കുന്ന വിഷയവും അങ്ങനെ തന്നെയാണ്. സഹായി അതുപോലെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയും സഹായാർത്ഥനയും അത് വാസ്തവത്തിൽ ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ സ്വാഭാവികമായും അത് അർത്ഥിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി
ആ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച് അവൻ സ്വയം പര്യാപ്തനാണ്, ഇലാഹാണ്, സ്വമതാണ് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏതൊരു ഗുണവും, അള്ളാഹുവിന്റെ ഏതൊരു വിശേഷണവും അത് അള്ളാഹുവിൻ്റെതാകുന്നത് സ്വമതിയത്ത് വെച്ച് കൊടുക്കുമ്പോഴാണ്, അള്ളാഹുവിൻ്റെതാകാതിരിക്കുന്നത് അതെടുത്തു മാറ്റുമ്പോഴാണ്. എന്നതുപോലെ മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമേ, ബദരീങ്ങളെ രക്ഷിക്കണമേ, ഇത് ഒരു സഹായാർത്ഥനയാണ്. ഈ സഹായാർത്ഥന ശിർക്കുമാകാം തൗഹീദുമാകാം, ശിർക്കുമാകാം തൗഹീദുമാകാം. ശിർക്കാകുന്നത് എപ്പോഴാണ്? വിളിക്കപ്പെടുന്ന മുഹിയുദ്ദീൻ ശൈഖ് സ്വയം പര്യാപ്തനാണ്, സഹായിക്കാൻ സ്വന്തമായി കഴിയും എന്ന വിശ്വാസത്തോടെയാണോ വിളിക്കുന്നത് എങ്കിൽ ഈ വിളി സാങ്കേതികമായി പ്രാർത്ഥനയുടെ, ദുആഇന്റെ, ഇബാദത്തിന്റെ പരിധിയിലേക്ക് വരും. അങ്ങനെ വന്നാൽ അത് ഇബാദത്തായി, ചെയ്യുന്നവൻ മുശ്രിക്കായി. അതേസമയം അതേ പ്രാർത്ഥന, അതേ സഹായാർത്ഥന അത് അർത്ഥിക്കുന്ന വ്യക്തി, അർത്ഥിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് സ്വയം പര്യാപ്തനല്ല, സ്വയം കഴിവില്ല, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇബാദത്താവുകയില്ല, അത് സാക്ഷാൽ പ്രാർത്ഥനയാവുകയില്ല. ഇനി സഹോദരങ്ങളെ, കാലങ്ങളായി മുസ്ലിം ലോകം വിശ്വസിച്ചും ആചരിച്ചും വരുന്ന ഈ കാര്യങ്ങൾ ഇത് പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി പറഞ്ഞു, വഅലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫഉ ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല വജവാസു ദാലിക വഹുസ്നുഹു മിനൽ അമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീ ദീനിൻ അൽ മഅറൂഫത്തു മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീന വസിയരി സലഫി സ്വാലിഹീന വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാനി ولا سمع به في زمن من الأزمان حتى جاء ابن تيمية فتكلم في ذلك بكلام يلبس فيه على الضعفاء എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ്, ഹദീസ് പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ്. സ്വാഭാവികമായും ഞാൻ വിശ്വസിക്കുന്നു എന്റെ മുന്നിലിരിക്കുന്ന മറുപക്ഷത്തുള്ള പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഖുർആൻ വിലയിരുത്തുകയും വിശകലനം നടത്തുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഇമാം സുബ്കി തവസ്സുൽ അനുവദനീയമാണെന്ന് പറയുന്നു, ഇസ്തിഗാസ പുണ്യകർമ്മമാണെന്ന് പറയുന്നു. ലോകത്തുള്ള ഒരൊറ്റ പണ്ഡിതനും അതിനെ എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ്യ എന്ന വ്യക്തി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് വരെ ഒരൊറ്റ പണ്ഡിതനും അതിനെ വിമർശിച്ചിട്ടില്ലെന്നും ഇത് അംബിയാഇന്റെ പ്രവർത്തനമാണെന്നും മുർസലീങ്ങളുടെ പ്രവർത്തനമാണെന്നും സ്വാലിഹീങ്ങളുടെ പ്രവർത്തനമാണെന്നും ഇബ്നു തൈമിയ്യ വരുന്നത് വരെ നാളിതുവരെ വിശ്വസിച്ച എല്ലാ മുസ്ലിമീങ്ങളുടെയും പ്രവർത്തനമാണെന്നും ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശിഫാഉ സക്കാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. മറ്റ് പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അതുപോലെ വിശുദ്ധ ഖുർആൻ ഈ സമ്പ്രദായം, ഈ ചര്യ മുസ്ലിമീങ്ങൾ തുടർന്നു വരുന്ന ഈ നടപടിക്രമം അംഗീകരിക്കുകയും അംഗീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വാക്യത്തിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയുതൂന സക്കാത്ത വഹും റാക്കിഊൻ വമൻ യതവല്ലല്ലാഹ വറസൂലുഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹുവാണ് നിങ്ങളുടെ സഹായി, അല്ലാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ, അല്ലാഹുവിന്റെ റസൂലാണ് നിങ്ങളുടെ സഹായി, അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങളുടെ സംരക്ഷകൻ, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞതിന് ശേഷം ഔലിയാഇനെയും അംബിയാഇനെയും അള്ളാഹുവിനെയും ആരെങ്കിലും സഹായിയായി വരിച്ചാൽ, ആരെങ്കിലും സംരക്ഷകനായി സ്വീകരിച്ചാൽ അവര് വിജയിക്കുന്ന പാർട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചും ഉറപ്പിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ വേറെയും ധാരാളം സൂത്രങ്ങൾ ഇത് സംബന്ധമായുണ്ട്. ചർച്ചയുടെ അവസരത്തിൽ അത് കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നമാ വലിയുക്കുമുല്ലാഹു എന്നതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സഹായി എന്ന അർത്ഥമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാനുൻ നഹവി റഹ്മത്തുള്ളാഹി അലൈഹി വല്ലദീന ആമനു എന്ന പ്രയോഗത്തിന് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഉൾപ്പെടുമെന്ന് അർത്ഥശങ്കക്ക് വകയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇങ്ങനെ പ്രമാണങ്ങളൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പരിശോധിച്ചാലും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലും പണ്ഡിതന്മാരുടെ ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും മഹാത്മാക്കളോട് സഹായം ചോദിക്കുക. ആരാധനയുടെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയുമല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയുമല്ല, മറിച്ച് അവർ അള്ളാഹുവിന്റെ അടിമകളാണ്, ഉടമ അള്ളാഹുവാണ്, അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന, ആ സഹായാർത്ഥന,
അത് ശിർക്കല്ല, കുഫറല്ല, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രശ്നമില്ല. അത് സമർത്ഥിക്കുവാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് വിനയപുരസ്സരം പറയാൻ എന്നെ അനുവദിക്കണം. അതുപോലെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, റസൂലുള്ള പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, കക്കൂസിൽ പോകുമ്പോൾ ദ്വാരക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അതുപോലെ കക്കൂസിൽ നിന്ന് വരുമ്പോൾ ദ്വാരക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചതും ഉദ്ധരിക്കാത്തതും ഹദീസുകളിൽ വന്നതും അതുപോലെ തന്നെ പരാമർശിക്കുന്നതുമായ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രാർത്ഥനകളൊക്കെ അവർ അള്ളാഹുവിനോടാണ് നിർവഹിച്ചത്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനകളൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനകളാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ മുഹിയുദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർവഹിക്കാൻ പറ്റുമെന്ന് സുന്നികൾ വാദിച്ചിട്ടില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന ഏതോ ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന മാത്രമല്ല, അവർ ഹജ്ജ് ചെയ്തത് അള്ളാഹുവിനല്ലേ, അവർ റുക്കൂ ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ സുജൂദ് ചെയ്ത അള്ളാഹുവിന് മുമ്പിലല്ലേ, അവർ നോമ്പെടുത്തത് അള്ളാഹുവിന് വേണ്ടിയല്ലേ, അവർ ഹജ്ജ് ചെയ്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ. അപ്പൊ ദുആ എന്ന ഇബാദത്ത് മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അർത്ഥന മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സാക്ഷാൽ പ്രാർത്ഥന, സാക്ഷാൽ ആരാധന, ആ ആരാധന മാത്രമല്ല, സുജൂദും റുകൂഉം അതുപോലെ നോമ്പും ഹജ്ജും ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾ ഈ ദുആന്റെ കാര്യം മാത്രം പറയുന്നത്? എന്തിന്? സുജൂദ് ചെയ്യുന്നതും അവർ അള്ളാഹുവിനല്ലേ, റുക്കൂ ചെയ്തത് അള്ളാഹുവിനല്ലേ, നോമ്പെടുത്തത് അള്ളാഹുവിനല്ലേ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അതുപോലെ അവർ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന നിർവഹിച്ചതും അള്ളാഹുവിനോട് തന്നെ. ഞങ്ങളും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് നിർവഹിക്കുന്നത്. അങ്ങനെ നിർവഹിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അതേ സമയത്ത് മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്ന, മഹാത്മാക്കളെ വിളിക്കുന്ന ഈ സമ്പ്രദായം ഇബാദത്തിന്റെ പരിധിയിൽ വരുമോ എന്നതാണ് തർക്കം. മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുമോ? ഇതാണ് തർക്കം. ആ തർക്കമാണ് ഈ വാദപ്രതിവാദത്തിൽ തീരുമാനമാകേണ്ടത്. അള്ളാഹുവെ രക്ഷിക്കണമേ, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ, ഈ അർത്ഥന, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥന, അത് സാക്ഷാൽ ഇബാദത്തിന്റെ പരിധിയിൽ വരുമോ ഇല്ലേ? ഇതാണ് തർക്കം. ആ തർക്കമാണ് തീരുമാനമാകേണ്ടത്. ചുരുക്കത്തിൽ പ്രാർത്ഥന രണ്ട് വിധമുണ്ട്. പ്രാർത്ഥന രണ്ട് വിധമുണ്ട്. ഒന്ന് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നത്, മറ്റൊന്ന് ഇബാദത്തിന്റെ പരിധിയിൽ വരാത്തത്. അർത്ഥിക്കുന്ന വ്യക്തി അർത്ഥിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് സ്വയം പര്യാപ്തതയും ഉലൂഹിയത്തും അല്ലെങ്കിൽ നിർബന്ധമായും അല്ലാഹുവിനുണ്ടായിരിക്കേണ്ട ഏതെങ്കിലും ഒരു ഗുണം തനതായ അർത്ഥത്തിൽ അള്ളാഹുവിൽ വിശേഷിപ്പിച്ചുകൊണ്ട് നടത്തുന്ന അർത്ഥന, ഈ അർത്ഥനയാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നത്. അങ്ങനെയല്ലാത്ത അർത്ഥനകൾ അള്ളാഹുവിന്റെ വലിയാണ്, അബ്ദാണ്, അടിമയാണ് മുഹിയുദ്ദീൻ ശൈഖ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവാണ് ഉടമ. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തതയും ഉലൂഹിയത്തും റുബൂബിയ്യത്തും അവന്റെ തൗഹീദും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വലിയും അള്ളാഹുവിന്റെ നബിയുമായിട്ടുള്ളവർക്ക് അള്ളാഹു മുഅ്ജിസത്ത് കൊടുക്കും, കറാമത്ത് കൊടുക്കും എന്ന വിശ്വാസത്തോടെ, ആ കറാമത്തിന്റെയും ആ മുഅ്ജിസത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കുന്നത് സാക്ഷാൽ പ്രാർത്ഥനയല്ല, ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനയല്ല, ദുആന്റെ പരിധിയിൽ വരുന്നതല്ല. അത് സഹായാർത്ഥന എന്നാണ് സാധാരണ മുസ്ലിമീങ്ങൾ അതിന് പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഒരാൾ ചക്കക്ക് മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ ചക്കയാവുകയില്ല, ചക്ക മാങ്ങയും ആവുകയില്ല. ഒരാൾ സഹായാർത്ഥനക്ക് പ്രാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് അത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയില്ല. നിങ്ങളോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ തിരിച്ചു പറയുന്നു. ഒരാള് മുഹിയുദ്ദീൻ ശൈഖ് സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് നടത്തുന്ന അർത്ഥനക്ക് സഹായാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് അത് ആരാധനയാകാതിരിക്കുകയില്ല. മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കുന്നു. ആ സഹായം ചോദിക്കുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്? മുഹിയുദ്ദീൻ ശൈഖ് സ്വയം പര്യാപ്തനാണ്.
സ്വയം കഴിവുള്ള വ്യക്തിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് നടത്തുന്ന അർത്ഥനക്ക് സഹായാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് അത് ഇബാദത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു അർത്ഥനയെ കുറിച്ച് പ്രാർത്ഥന എന്ന് നിങ്ങൾ നോട്ടീസ് അടിച്ചത് കൊണ്ട് അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതുമല്ല. ഇസ്ലാമിന് വ്യക്തവും കൃത്യവുമായ ചില മാനദണ്ഡങ്ങളുണ്ട്. പദക്കസർത്തുകൾ നടത്താൻ ഇസ്ലാം അനുവദിക്കുകയില്ല. പദങ്ങളെ കൊണ്ട് ശിർക്ക് ഏതാണ് തൗഹീദ് ഏതാണ് എന്ന് തീരുമാനിക്കാനും ഇസ്ലാം സമ്മതിക്കുകയില്ല. ഇസ്ലാമിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥന രണ്ട് വിധമുണ്ട്. ഒന്ന് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, മറ്റൊന്ന് ഇബാദത്തിന്റെ പരിധിയിൽ വരാത്തതാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന അർത്ഥിക്കുന്ന വ്യക്തി, അർത്ഥിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമാണ്, സ്വയം പര്യാപ്തതയുള്ളവനാണ്, സ്വന്തമായി കഴിവുള്ളവനാണ്, മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചതുപോലെ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന ആ അർത്ഥനയാണ് വാസ്തവത്തിൽ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നത്. അതേ സമയത്ത് ഇത് ദൈവമല്ല, ഇതെന്റെ ഉടമയാണ്, ഞാൻ അവന്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് ശക്തിയോട് നടത്തുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനോട് നടത്തുന്ന, ബദരീങ്ങളോട് നടത്തുന്ന അർത്ഥനയെ കുറിച്ച് നിങ്ങൾ പേരെന്തോ പറഞ്ഞു, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയില്ല. അത് ശിർക്കല്ല, അത് കുഫറല്ല. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇനി സഹോദരങ്ങളെ, മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ കുറിച്ച് സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടും ആരോപിച്ചുകൊണ്ടും നടത്തിയ ചില പ്രാർത്ഥനകൾ ഇവിടെ തെളിവായി വരും. ഞങ്ങൾക്കറിയാം, ബിംബങ്ങളിൽ സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തമായി അള്ളാഹുവിനെ മാത്രം സ്വയത്തമാക്കിയ ഗുണങ്ങൾ തനതായ അർത്ഥത്തിൽ ബിംബങ്ങൾക്കുണ്ട്, ദൈവങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ഖുർആൻ വിമർശിച്ച പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളെ തൗഹീദിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുവഹിദുകളായ മുസ്ലിമുകളായ നിങ്ങളുടെ സഹോദരങ്ങളുടെ പേരിൽ മനസ്സാക്ഷിക്കുത്തില്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അബൂജാഹിലും അതുപോലെ തന്നെ ഉത്ബത്തും ശൈബത്തും അങ്ങനെയുള്ള മക്കയിലെ കിങ്കരന്മാർ അവർ നടത്തിയ ദുആ അതൊരിക്കലും സഹായാർത്ഥനയല്ല, ഇസ്തിഗാസയല്ല, ശിർക്കാണ്, കുഫറാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് ഹനീഫ കായക്കൊടി സ്നേഹിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബഹുമാന്യരായ പണ്ഡിതന്മാര്, സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തക്കികളായ അടിമകളായി ജീവിച്ചു മരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നുണർത്തുകയും
അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചയച്ചതിനെക്കുറിച്ച് പറയുന്നത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ്. ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് എന്നർത്ഥം. എന്നാൽ ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഈ സന്ദേശത്തിൽ നിന്ന് അകന്നു പോവുകയും അവരെ അതിൽ നിന്ന് അകറ്റിക്കളയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ, ചക്കയും മാങ്ങയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ കഴിയാത്ത ആളുകളോട് അവർക്ക് ചക്ക നൽകുകയും നിങ്ങൾ തിന്നുന്നത് മാങ്ങയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയുമെന്നർത്ഥം. ആളുകളെ ശിർക്കിലേക്ക് നയിക്കുകയും എന്നാൽ ഇതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും വിവിധ സമൂഹങ്ങളിൽ നടന്നു വന്നിട്ടുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിക്കൽ അനിവാര്യമാണ് എന്ന് അംഗീകരിക്കുന്ന മുസ്ലിം സമുദായത്തിനിടയിലും ശിർക്ക് കടന്നു വരികയും അതിലൂടെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, എന്താണ് ഇലാഹി എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, എന്താണ് ദുആ എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയാവതരണത്തിലും നടത്തിയ ശ്രമം അതുതന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം. പ്രാർത്ഥന നടത്താമെന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താമെന്നും എന്നു മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ഇബ്ലീസിന്റെ ആശയമാണ് എന്ന് വരെ പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് വരുമ്പോൾ ഈ വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് പ്രത്യേകമായി ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആരാധന അർപ്പിക്കേണ്ടത് എന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന് സ്വയം പര്യാപ്തത അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മറ്റാർക്കും ഇബാദത്ത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആരും തന്നെ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയോ അവർ സ്വയം പര്യാപ്തരല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമസ്കരിക്കാറില്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ആ ഇബാദത്ത് അർപ്പിക്കാത്തത്? ഉത്തരം വളരെ ലളിതമാണ്. അത് ഇബാദത്താണ് എന്ന് അംഗീകരിക്കുന്നു. ആരാണ് ഇത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചത്? നമസ്കാരം ഇബാദത്താണെന്ന് ആര് പഠിപ്പിച്ചു? നോമ്പ് ഇബാദത്താണെന്ന് ആര് പഠിപ്പിച്ചു? അള്ളാഹുവാണ് പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന ആരാധന മാത്രമാണ്, പ്രാർത്ഥന ആരാധന മാത്രമാണ് എന്ന് തന്റെ അഭിപ്രായമായല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമുക്കറിയാം, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല എന്ന്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തെളിവായി വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന ആയത്ത് ഓതി കൊടുക്കുകയാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ അതിനുത്തരം നൽകും. എന്നെ ആരാധിക്കുന്നതിൽ നിന്ന്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവർ വളരെ നിന്ദ്യരായ നിലയിൽ നരകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ദുആ എന്ന ആരാധന അത് അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നർത്ഥം. ദുആയിന്
ഭാഷാപരമായ അർത്ഥത്തെക്കുറിച്ചല്ല തർക്കം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശവുമായി വന്നു. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പഠിപ്പിച്ചു. എന്നാൽ ഇത് കേട്ട ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ റസൂലേ ഏതാണ് ഇതിന്റെ ഭാഷാർത്ഥം എന്ന് ചോദിച്ചിട്ടില്ല. കാരണം അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവർക്ക് മനസ്സിലായി ഏതാണ് അള്ളാഹുവിന്റെ റസൂല് വിലക്കിയിരിക്കുന്ന ദുആ എന്ന്. അതേപോലെ തന്നെ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ല. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറയുന്ന നീ, വലാ തദൂ മഅല്ലാഹി അഹദ എന്ന് പറയുന്ന നീ നിന്റെ അനുചരന്മാരെ വിളിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു, നീ അവരോട് ഭൗതികമായ സഹായം തേടലുകൾ നടത്തുന്നത് ഞങ്ങൾ കേൾക്കുന്നു, നിന്റെ വാദം പൊള്ളത്തരമല്ലേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചില്ല. കാരണം അവരും മനസ്സിലാക്കി ഏത് ദുആ ആണ് അള്ളാഹുവിന്റെ റസൂല് വിലക്കിയത് എന്ന്. അതിനെ ന്യായീകരിക്കുവാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോഴും അത് മനസ്സിലാകാത്ത ചില ആളുകൾ, അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കരുത് എന്നാഗ്രഹിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതാണ് വിഷയാവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. മലയാള ഭാഷയിലും അങ്ങനെ തന്നെയാണ് അർത്ഥം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. എന്താണ് പ്രാർത്ഥന എന്നെല്ലാവർക്കും അറിയാം. അമ്പലത്തിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ സഹായം തേടലല്ല എന്നും വെറും വിളിയല്ല എന്നുമുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പ്രാർത്ഥന ആരോട് നടത്തണം? അത് അള്ളാഹുവിനോട് നടത്തണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നോക്കൂ, നാം ഒരു കപ്പൽ മുങ്ങാൻ പോവുകയാണ്. കപ്പലിൽ വിവിധ മതത്തിൽപ്പെട്ട യാത്രക്കാരുണ്ട്. അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ഹിന്ദു പ്രാർത്ഥിക്കുകയാണ്. അവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളെ വിളിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു. അതവന്റെ പ്രാർത്ഥനയാണ്. ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നു, പടച്ചതമ്പുരാനെ രക്ഷിക്കണം, അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥനയാണ്. മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തൽ ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നു, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന്. അതും പ്രാർത്ഥനയാണെന്നറിയാം. ഈ പ്രാർത്ഥനകൾ ആരോട് നടത്തണം? അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അത് പടച്ചതമ്പുരാനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ആ ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നതിന് കുറെ ഉദാഹരണങ്ങൾ നിരത്തിയതിനു ശേഷം അള്ളാഹു അവിടെ ഇങ്ങനെ പറയുന്നത് കാണാം. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണവൻ, അവനല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരും തെല്ലില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അതുകൊണ്ട് നിഷ്കളങ്കരായി ആത്മാർത്ഥമായി നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരാണോ സ്രഷ്ടാവ്, ആരാണോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണോ എന്നെന്നും ജീവിക്കുന്നത്, ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആരാണോ അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്, ആ സ്രഷ്ടാവിനെ ആയിരിക്കണം, ആ തമ്പുരാനെയായിരിക്കണം ആരാധിക്കേണ്ടത്, അവനോടായിരിക്കണം പ്രാർത്ഥന നടത്തേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ലഹു ദഅവത്തുൽ ഹഖ്, അവനാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള അവകാശം, അവനോടാണ് യഥാർത്ഥത്തിൽ ദുആ നടത്തേണ്ടത്. വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഅ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ അവനോടല്ലാതെ പ്രാർത്ഥിച്ചാൽ, അവനല്ലാത്ത മറ്റാരോടെങ്കിലും ദുആ നടത്തിയാൽ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഇല്ല, അവരുത്തരം നൽകുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പോൾ ഈ കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോടാണ് ദുആ നടത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ആരോടാണിത് പറഞ്ഞത് എന്നാണ്. ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ ഇത് സംബോധന ചെയ്തത്? അള്ളാഹുവിനെ അറിയാത്ത, അള്ളാഹുവിനെ പരിചയമില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരു സമൂഹത്തോടായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിനെ അറിയാവുന്ന, അള്ളാഹുവിന്റെ കഴിവുകൾ അറിയാവുന്ന, അള്ളാഹുവിന്റെ കഴിവുകളിൽ ചിലതിനെ അംഗീകരിച്ച ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. നോക്കൂ, ഖുർആൻ പറയുന്നു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള് അമ്മൻ യംലികു അസ്-സമഅ വൽ
الأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر. ചോദിക്കുക, ആരാണ് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നത്? ആരാണ് കേൾവിയുടെയും കാഴ്ചയുടെയും ഒക്കെ ഉടമസ്ഥൻ? ആരാണ് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ഉണ്ടാക്കുന്നത്? ആരാണ് കാര്യങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കയിലുള്ള ആളുകൾ പറയുന്നത് ഫസയഖൂലൂന അല്ലാഹ്, അതൊക്കെ അല്ലാഹ് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ മറുപടി. പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ഫഖുൽ അഫലാ തത്തഖൂൻ, ചോദിക്കു നബിയെ അവരോട്, ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചിട്ട് എന്തേ വേണ്ട രൂപത്തിലുള്ള തഖ്വ നിങ്ങൾക്കുണ്ടാകുന്നില്ല? അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു, ഇവർ ഇലാഹുകളെ സ്വീകരിച്ചു. എങ്ങനെയാണ് ഇലാഹുകളെ സ്വീകരിച്ചത്? വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു. എങ്ങനെ ഇലാഹിനെ ഉണ്ടാക്കി? സ്വയം പര്യാപ്തരായ ഇലാഹുകളുണ്ട് എന്നാണോ? ഖാലിഖുണ്ടെന്നാണോ? റാസിഖുണ്ടെന്നാണോ? ഇല്ലെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇല്ലെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്തിന് വേണ്ടി പോയ കഅബയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ നടത്തിയിരുന്ന തൽബിയത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. പടച്ചതമ്പുരാനെ, നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ഒരു പങ്കാളിയുണ്ട്. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ആ പങ്കാളിയും ആ പങ്കാളിക്കുള്ള കഴിവുകളും ആ നിനക്കുടമസ്ഥപ്പെട്ടതാകുന്നു. സ്വയം പര്യാപ്തതയല്ല, അല്ലാഹ് കൊടുക്കാത്ത എന്തെങ്കിലും കഴിവുണ്ട് എന്നല്ല. മക്കയിലെ മുശ്രിക്കുകൾ സത്യസന്ധമായി തന്നെ ആ കാര്യം തുറന്നു പറഞ്ഞു എന്നർത്ഥം. സ്വയം പര്യാപ്തതയില്ലാതെ തന്നെയാണ് അവർ വിശ്വസിച്ചത്. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹ് ഇല്ല, അല്ലാഹ് വേണ്ട, അല്ലാഹ്നേക്കാളൊക്കെ കഴിവിവർക്കുണ്ട്, ഇവര് സ്വയം പര്യാപ്തരാണ് എന്നല്ല, ആ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവർ. യുഖർരിബൂനാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം എന്നർത്ഥം. സ്വയം പര്യാപ്തത ഈ ഇലാഹുകൾക്ക്, തങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ശക്തികൾക്ക്, അത് ഇബ്രാഹിം നബി ആയാലും ഇസ്മായിൽ നബി ആയാലും ആരായാലും തന്നെ ഉണ്ടെന്നവർ അംഗീകരിച്ചില്ല. എന്നു മാത്രമല്ല, ഇതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു ഒരു സംഭവം, വൈദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വലിയ തിരമാലകൾ വന്നു മൂടിയാൽ ആത്മാർത്ഥമായി അവർ അല്ലാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കും. ഒന്നുകൂടി പരിശോധിക്കുക നാം. അല്ലാഹുവാണ് സ്രഷ്ടാവ്, അല്ലാഹുവാണ് നിയന്താവ്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ. അവൻ കൊടുക്കാത്ത കഴിവാർക്കുമില്ല, അവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അംഗീകരിക്കുകയും ഇവർ അല്ലാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കുക മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത ആളുകളോട് ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച ന്യായങ്ങളൊക്കെ ഇസ്ലാമികമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതുണ്ടായിരുന്നില്ല. കാരണം ആ ന്യായങ്ങൾ തന്നെയാണ് വളരെ കൃത്യമായി അവരും പറഞ്ഞിരുന്നത്. അള്ളാഹു കൊടുക്കാത്ത ഏതെങ്കിലും ഒരു കഴിവ് ഇവർക്കാർക്കെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇലാഹാക്കിയത്. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒന്നിനെയും സൃഷ്ടിക്കാത്ത ശക്തികൾ, അതേ പദം തന്നെ ഖുർആൻ മറ്റൊരിടത്ത് പ്രയോഗിക്കുന്നത് കാണാം. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അഥവാ ഇവർ നടത്തിയിരുന്ന ദുആ ആണ് ഇവരെ ഇലാഹാക്കിയത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ഈ പ്രാർത്ഥനകൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു എല്ലാ പ്രാർത്ഥനകളും അള്ളാഹിനോട് തന്നെയാണ്. അമ്പിയാക്കൾ പ്രാർത്ഥന നടത്തിയത് ഖുർആനിൽ അള്ളാഹിനോട് തന്നെയാണ്. അതേപോലെ കക്കൂസിൽ പോകുമ്പോഴും കക്കൂസിൽ നിന്നിറങ്ങുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും പള്ളിയിൽ നിന്നിറങ്ങുമ്പോഴും ഒക്കെ അള്ളാഹിനോട് തന്നെയാണ് നടത്തിയത്. അതൊക്കെ ഇബാദത്തായ ദുആ ആണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു ഇബാദത്തല്ലാത്ത ദുആ എങ്കിലും ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇതാണ് ഇബാദത്തായ ദുആ, ഇബാദത്തല്ലാത്ത ദുആ ഇത് ഇബ്രാഹിം നബി ഇങ്ങനെ നടത്തി, ഇബാദത്തല്ലാത്ത ദുആ സക്കരിയ നബി നടത്തി, ഇബാദത്തല്ലാത്ത ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുആ പോലും ഉദ്ധരിക്കാൻ കഴിഞ്ഞ
കഴിഞ്ഞില്ല എന്നത് അത് കേവലം ഇപ്പോൾ കെട്ടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാദം മാത്രമാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ് പ്രാർത്ഥന? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു കുട്ടിയുണ്ടാകാൻ വേണ്ടി, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചാൽ ഇബാദത്തായ ദുആ. മുഹീദ്ദീൻ ശൈഖേ കുട്ടിയെ തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇബാദത്തല്ലാത്ത ദുആ. ആവശ്യം ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഇവിടെ വേർതിരിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബാദത്തല്ലാത്ത ഒരു ദുആ എന്നിവിടെ പരിചയപ്പെടുത്തിയ ഒരു ദുആ ഖുർആനിൽ കാണാൻ കഴിയുമോ? അല്ലാഹുവിനോട് മാത്രം ദുആ നടത്തണമെന്ന് പറഞ്ഞ ഖുർആൻ ഇതാ ഇബാദത്തായ ദുആ ഉണ്ട്, ഇബാദത്തല്ലാത്ത ദുആ ഉണ്ട്. ഇബാദത്തായ ദുആ നിങ്ങൾ എന്നോട് നടത്താൻ പാടുള്ളൂ, ഇബാദത്തല്ലാത്ത ദുആ നിങ്ങൾ എല്ലാവരോടും നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞതായും നമുക്ക് കാണാൻ കഴിയില്ല. അത് ദുർവ്യാഖ്യാനം മാത്രമാണ് എന്നർത്ഥം. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും ഈ ആശയങ്ങൾ കൃത്യമായി സ്ഥിരപ്പെടുകയും ആളുകൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പിന്നീട് നടക്കാറുള്ളത് ഈ പറഞ്ഞതുപോലെയുള്ള ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമങ്ങളാണ്. ഇവിടെ നാം കണ്ടു ദുആഇന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകൾ, അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന ചില പദങ്ങൾ അത് മനുഷ്യന്മാരുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരേ സമാന പദങ്ങൾ ഭാഷാപരമായ പ്രയോഗത്തെ പറ്റിയല്ല നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. അത്തരം പദങ്ങൾ ഇവിടെ പ്രയോഗിച്ചു എന്നതല്ല ചർച്ച, മറിച്ച് കൃത്യമായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താവൂ എന്നും അള്ളാഹു അല്ലാത്ത ആരോടും നടത്തുന്ന പ്രാർത്ഥന ശിർക്കാണ് എന്നും ഞങ്ങൾ തെളിയിച്ചു. അതല്ലാതെ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുവാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്നതാണ് കാര്യം. അതേപോലെ തന്നെ വ്യവസ്ഥയിലും ഇവിടെ വാദത്തിലും എഴുതി ചേർത്ത ഒരു കാര്യം, കറാമത്ത്, മുഅ്ജിസത്ത്, കറാമത്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് തേടാം. അത് അള്ളാഹു നൽകിയിരിക്കുന്ന കഴിവാണ്. അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോട് അവർക്ക് മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്, ആ കഴിവിൽ നിന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഔലിയാഇന് കറാമത്ത് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അവരോട് ചോദിക്കാമെന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി ഏറ്റവും പ്രധാനമായി ഇവിടെ തെളിയിക്കേണ്ട ഒരു കാര്യം അതായിരുന്നു. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കൾക്ക് ഞാൻ മുഅ്ജിസത്ത് നൽകി, ഔലിയാഇന് ഞാൻ കറാമത്ത് നൽകി, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതായി ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുഅ്ജിസത്ത് അതല്ലെങ്കിൽ കറാമത്ത് അവർക്ക് ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യുവാൻ അള്ളാഹു നൽകിയ ഒരു കഴിവല്ല എന്നതുകൂടി നാം മനസ്സിലാക്കുക. മറ്റൊരു വാദം എന്താണ്? ഇലാഹാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകുള്ളൂ എന്നാണ്. ഇലാഹാണെന്ന് വിശ്വസിക്കണം. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഇലാഹാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഇലാഹാണെന്ന് വിശ്വസിക്കൽ തന്നെ ശിർക്കായി. ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇബാദത്ത് ചെയ്യുന്നതോടുകൂടി ആ ശക്തി ഇലാഹായി മാറി. ഒന്നുകൂടി വിശദമാക്കിയാൽ, മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ നമസ്കരിച്ചാൽ അയാൾ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ശിർക്കാകും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നാം നമസ്കാരത്തിന് നിയത്ത് ചെയ്യുമ്പോഴാകട്ടെ, അതേതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയത്തുകളാകട്ടെ ഇലാഹാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നൊരു സമ്പ്രദായം നമുക്കില്ല എന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയും. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമദീയത്ത് അള്ളാഹുവിന് മാത്രമേ സ്വയം പര്യാപ്തതയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ കുഴപ്പമില്ല എന്ന്. മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ആ വാദമുണ്ടായിരുന്നില്ല എന്നർത്ഥം. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത് എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഇതാരും പറഞ്ഞിട്ടില്ല, ഇത് ഇബ്നു തൈമിയ്യ ഉണ്ടാക്കിയ ഒരു വാദമാണ് എന്നാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി എടുത്തു കൊടുക്കുന്നത് ഇങ്ങനെ കാണാം: കാന അഹ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസ് അലാ അന്ന കലാം അല്ലാഹി ഗൈറു മഖ്ലൂഖ് വയഹ്തജു ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഖ്ലൂഖിനോട് സഹായം തേടുകയില്ല എന്ന് കൃത്യമായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയും അതേപോലെയുള്ള പണ്ഡിതന്മാരും ഇതേ കാര്യം തന്നെ വിശദീകരിച്ചത് മറ്റു പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിനെയൊക്കെ തകർക്കുവാൻ കഴിയും എന്ന വ്യാമോഹത്തോടുകൂടി സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടാറുള്ള ഒരായത്താണ് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന
സകാത വഹും റാക്കിഊൻ എന്ന ആയത്ത്. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും മുഫസ്സിർ ഇത് മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം തേടാനുള്ള തെളിവാണ് എന്ന് വിശദീകരിച്ചതായി, മരണപ്പെട്ടു പോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്താനുള്ള തെളിവാണ് എന്ന് വിശദീകരിച്ചതായി നമുക്കെവിടെയും കാണാൻ കഴിയില്ല. അങ്ങനെ ആരും വിശദീകരിച്ചിട്ടില്ല എന്നർത്ഥം. എന്നു മാത്രമല്ല, ഇത് വിശദീകരിച്ചതൊക്കെ എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികൾ ഒരു സംഭവം ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ആളുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവർ ഞങ്ങളോടൊപ്പം ഇരിക്കാൻ വിസമ്മതിക്കുന്നു. ഇന്ന ഖൗമനാ ഖദ് ഹജറൂന വഖസമു അല്ലാ യുജാലിസൂന വലാ നസ്തതിഉ മുജാലസത അസ്ഹാബിക ബിൽബുദിൽ മനാസിൽ. അല്ലാഹുവിന്റെ റസൂലെ, അവർ ഞങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറയുന്നത് വിശദീകരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ ഇതിനു മുമ്പിലുള്ള ആയത്തുമായി ഇത് ബന്ധപ്പെടുത്തുന്നു. വലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും ഔലിയാ ആയി സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ ഇന്നമാ വലിയുക്കുമുള്ള എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ദുആ ചെയ്യാമെന്നാണെങ്കിൽ, നിങ്ങൾക്ക് അവരോട് ഇസ്തിഗാസ നടത്താമെന്നാണെങ്കിൽ നേരത്തെ വിലക്കിയതും അതായിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, യഹൂദികളെയും നസാറാക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മരിച്ചുപോയ യഹൂദികളോടും നസാറാക്കളോടുമൊക്കെ പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വിലക്കിയിട്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഇനി നിങ്ങൾ അവരോട് ദുആ നടത്താൻ പാടില്ല, ഇനി അവരോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ, അല്ലാഹുവിനോടും റസൂലിനോടും അതേപോലെ മുഅ്മിനീങ്ങളോടുമേ നിങ്ങൾ ദുആ നടത്താൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്ത് വിശദീകരിച്ചത് എന്നും ആരും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തോ അതല്ലെങ്കിൽ ഇതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന മറ്റ് ആയത്തുകളോ ഈ വിഷയത്തിന് തെളിവല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് വേർതിരിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കുകയും ശിർക്ക് വിരോധിക്കുകയും ചെയ്തപ്പോൾ എന്താണ് ഇതിന്റെ നിർവചനം, എന്താണ് ഇതിന്റെ തഅരീഫ് എന്ന് ചോദിക്കുകയോ ആ തഅരീഫ് പഠിപ്പിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് വളരെ കൃത്യമായി എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, ആരോടാണ് ദുആ നടത്തേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. ആ വിശദീകരണമാണ് ഇവിടെ കേൾപ്പിച്ചത്. അല്ലാഹുവിനോട് മാത്രമേ ദുആ നടത്താൻ പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥന നടത്താൻ പാടുള്ളൂ, അല്ലാഹു അല്ലാത്ത ആരോടും തന്നെ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്നാണ് വിശദീകരിക്കുന്നത്. അതാരായാലും ശരി, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്വൽ ലുരി അൻകും വലാ തഹ്വീല. നിങ്ങൾ ജൽപ്പിക്കുന്ന ചില ശക്തികളുണ്ടല്ലോ, നിങ്ങൾ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ, ആ ശക്തികൾ നിങ്ങൾ ദുആ നടത്തിക്കൊള്ളുക. നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ അത് ദൂരീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല, അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, മരിച്ചുപോയ മഹാന്മാർക്ക് നമ്മെ സഹായിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ്. ഖുർആൻ പറയുന്നു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആക്കും വല്ലദീന തദ്ഊന മിൻ ദൂനിഹി. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കച്ചുളയുടെ കാരക്കുരുവിന്റെ മുകളിലുള്ള പാടയുടെ പോലും അധികാരം അവർക്കില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആക്കും, നിങ്ങൾ അവരോട് ദുആ നടത്തിയാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഊ, കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും, ഉത്തരം നൽകുകയുമില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചുവെന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് നിങ്ങളും അവരുമൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയം നിങ്ങൾ അവരോട് നടത്തിയ ശിർക്കിനെ നിഷേധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകന്മാരുടെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകും ശിർക്ക് ചെയ്താലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വലദീന വലഖദ്
ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, നബിയെ, നിങ്ങളുടെയും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നാം നൽകിയ സന്ദേശം എന്താണെന്നറിയുമോ, വഹി എന്താണെന്നറിയുമോ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നതാണത് എന്നാണ് അള്ളാഹുവിന്റെ താക്കീത്. ഈ താക്കീതാണ് നാം മനസ്സിലാക്കേണ്ടത്. അഥവാ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചില്ല. ഇതാ ഞാൻ ഇബാദത്തായ ദുആ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇബാദത്തല്ലാത്ത ദുആ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. വളരെ കൃത്യമായി തന്നെ പ്രവാചകൻ ആ കാര്യം വിശദീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വളരെ കാര്യമായി, വളരെ ഗൗരവത്തോടുകൂടി എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ താക്കീതാണ്. ശിർക്ക് ആരെങ്കിലും ചെയ്താൽ, ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഇബാദത്ത്, അത് ദുആ ആകട്ടെ, അത് നമസ്കാരമാകട്ടെ, അത് നോമ്പാകട്ടെ, നേർച്ചയാകട്ടെ, എന്തായാലും ശരി, അള്ളാഹുവിന് അർപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹുവല്ലാത്തവർക്ക് അർപ്പിച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന് നരകം, സ്വർഗം വിലക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവൻ എത്തിച്ചേരുന്ന സ്ഥലം നരകമാണ്. അക്രമികളായ ആളുകൾക്ക്, ശിർക്ക് ചെയ്തുകൊണ്ട് ദുൽമ കാണിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാവുകയില്ല, ആരുടെയും സഹായം അവർക്കുണ്ടാവുകയില്ല എന്ന താക്കീത് മനസ്സിൽ നാം എപ്പോഴും സൂക്ഷിക്കണം. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന സമൂഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയ സമൂഹത്തെ പോലെ നാം മാറണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് ചോദ്യം ചോദിക്കുകയും അവർ മറുപടി നൽകുകയും ചെയ്യുക. അങ്ങനെ 1 മണിക്കൂർ. 35-ന് തന്നെ തുടങ്ങാം. 5 മിനിറ്റ് കണക്കാക്കാൻ വളരെ എളുപ്പമായിരിക്കും. 5 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് ഉത്തരവും എന്നാണ് നമ്മുടെ വ്യവസ്ഥയിൽ പറയുന്നത്. അത് പാലിക്കണമെന്ന് അറിയിക്കും.